ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 18. അഹമിരുളല്ല ഇരുളാകിലന്തരായി, നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ യാർക്കുമോദിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 18. ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്, ഇരുളല്ല. അത് ഒരു ഇരുട്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്നും അറിയാത്തവരായിരുന്നിട്ട് ഞാൻ എന്ന് അറിയാതെ ഇരിക്കണമായിരുന്നു. ഞാൻ എന്ന് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ, അതായത് ആത്മാവ് എന്നത് ഒരു ഇരുട്ടല്ലെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ ഉണ്ട് എന്ന സത്യം ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇല്ല എന്ന് പറയണമെങ്കിൽ പോലും ഞാൻ ഉണ്ടായിരിക്കണം. ഞാൻ ഉണ്ടെന്നറിയാനും ഇല്ലെന്നറിയാനും ഞാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗുരു ഊന്നി പറയുന്നത് ഞാൻ അജ്ഞാനമാകുന്ന കൂരിരുട്ടല്ലെന്ന്. ഞാൻ അറിവിന്റെ നിറഞ്ഞ വെളിച്ചമാണ്. ഞാൻ കൂരിരുട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോരാറുള്ള ഞാൻ എന്നുള്ള ബോധം പോലും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഞാൻ രസിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴൊക്കെയും ഞാൻ അവിടെ പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് നാം ആത്മാവാണെന്ന്. ആത്മാവ് സ്വയം പ്രകാശിതമാണ്. അതിൻ്റെ ഉണ്മയെ തള്ളിക്കളയാനാവില്ല. വെളിച്ചത്തിന്റെ ഉണ്മയെ ഇരുട്ടിന് നിരാകരിക്കാനാവാത്തതുപോലെ അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പറയണം, ഞാൻ അജ്ഞാനമല്ല, ഞാൻ ജ്ഞാനമാണ്. ഞാൻ ഇരുട്ടല്ല, ഞാൻ വെളിച്ചമാണ്. ഞാൻ ദുഃഖമല്ല, ഞാൻ ആനന്ദമാണ്. ഞാൻ ശൂന്യതയല്ല, ഞാൻ നിറവാണെന്ന്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.